അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ അവക്കാഡോ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം ഉണ്ടാക്കിയത് ഈ ബിയറിനെയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അവക്കാഡോനെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഒരു മാഗ്നറ്റിക് ഒരെണ്ണം അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബ്രെഡാണ് മാഗ്നറ്റിക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡ്. ഇങ്ങനെയാണ്, ക്യൂട്ടാണ്. അപ്പോൾ ഇതൊന്നും മര്യാദയ്ക്ക് അറ്റാച്ച് ചെയ്യാം. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇത് സെറ്റാവുള്ളൂ. പ്രസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം, വെച്ചാൽ മതി, ഇങ്ങനെ വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഈ ബിയറിനെയാണ് കേട്ടോ. നമ്മൾ അവക്കാഡോനെ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ അവക്കാഡോ ഉണ്ടാക്കാനാണ് ഷേപ്പൊക്കെ ഞാൻ മോഡൽ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതേ ഗ്രീൻ തന്നെ എടുത്തിട്ട്, അപ്പോൾ ഗൈസ് നമ്മളിത് ഇങ്ങനെ നല്ല ഡാർക്ക് ഗ്രീൻ ആക്കണം. ഇത്തിരി ബ്ലാക്കും ബ്രൗണും ഈ ലൈറ്റ് ഗ്രീനിലോട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതൊരു ആഷ് കളറായിട്ടുള്ള ഗ്രീനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കിതിൽ ചുറ്റിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഇപ്പുറത്തെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മോഡൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ടൂൾ എടുത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് മിനിയേച്ചർ അവക്കാഡോ ആണ്. നമ്മൾ അത്ര വലുതൊന്നും ചെയ്യുന്നില്ല, മിനിയേച്ചറാണ്. നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെയാണ് ഇരിക്കുന്നത് റൗണ്ട് ഷേപ്പിൽ. ഇനി നമുക്കിതാ ബ്രൗൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഇങ്ങനെ ടൂളിൽ വെച്ചിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെക്കണം. കുറച്ചും കൂടി ക്ലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് മര്യാദക്കൊന്ന് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ക്ലേ എടുത്തിട്ട് ബ്ലാക്ക് ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ ചെറുതായിട്ട് ഉരുണ്ടാക്കിയിട്ട് നേരെ നമ്മുടെ ഈ ടൂൾ എടുത്തിട്ട് നേരെ കുത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഭാഗത്തോട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് അടുത്ത പീസ് എടുത്തിട്ട് സെയിം പീസ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുത്തി വെച്ചിട്ട് അതും അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇങ്ങനെ ഒരു ടൂൾ എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗൈസ് ഇപ്പോഴാണ് നമ്മുടെ അവക്കാഡോ റെഡി ആയത്. അപ്പം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ അവക്കാഡോ കാണാനിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള അവക്കാഡോ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമായിരിക്കും. ബൈ.